കഴിഞ്ഞ വീഡിയോസിൽ നാത്തൂൻ്റെ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോസാണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മന്തി വാങ്ങി നേരെ നാത്തൂൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അവൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല, വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തി. അപ്പോൾ അവളുടെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ സിയ. അവന് ഞങ്ങളെ കണ്ടു ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഓടി. അങ്ങനെ ഞാനും ഉമ്മയും കുഞ്ഞാക്കൊക്കെ ഉള്ളിൽ കയറി ചെന്നു. അപ്പോൾ നോക്കുമ്പോൾ വലിയ ആൾ അവിടെ കടന്നുറങ്ങിയിരുന്നു കേട്ടോ. ചെറിയ ആൾ കളിക്കാൻ പോയിക്കൊണ്ട് നടുത്ത ആളാണ് ഈ തുള്ളി നടക്കുന്നത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവളവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലണീൻ്റെ കുറച്ച് നേരം മുന്നെയാണ് അവൾ അവിടുന്ന് പോയിട്ടുള്ളത്. ഇനി 4 മണിക്ക് ശേഷമേ വരുള്ളൂ, അവിടുന്ന് അങ്ങനെ വരാൻ പറ്റൂല എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് പഞ്ച് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ പിന്നെ പറഞ്ഞു നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ, ഞാൻ അപ്പോഴേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മന്തിയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവളും അളിയനും കൂടെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ആരോ കൊടുത്തതായിരുന്നു ഉത്തരം കേട്ടോ, ലഡു അതൊക്കെ തന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു പീസ് ഞാൻ കഴിച്ചു കേട്ടോ, കൂടുതലൊന്നും കഴിച്ചില്ല. ഇവൻ്റെ ഈ ഒരു പല്ല് ശ്രദ്ധിച്ചോ, എല്ലാ പല്ലും ഇതുപോലെ കറുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പല്ല് കേടുവരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പുതിയ വന്ന പല്ലും കൊണ്ട് അവനിപ്പോൾ ഒന്നും കഴിക്കലില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് വെള്ളപ്പല്ല് കാണുന്നത്. അതുകൊണ്ട് പുതിയ വന്ന പല്ല് ഒന്നും ചെയ്യാതെ പഴയ പല്ല് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പോഴും എല്ലാം കഴിക്കുക. അങ്ങനെ ഞങ്ങളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ സിയും സച്ചും കൂടെ ചെസ്സ് കളിക്കാൻ കേട്ടോ. അവിടെ ചെന്നാൽ പിന്നെ ഓല് രണ്ടാളും ഒരു കമ്പനി, സിയും ഫാദിയും കൂടെ ഒരു കമ്പനി, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നാത്തൂനും കുട്ടികളും ഫാമിലിയും പിന്നെ ഇവിടുന്ന് ഉമ്മയും ഉമ്മാൻ്റെ കുറച്ച് കുടുംബങ്ങളും കൂടെ കൂടിയിട്ട് നാളെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. നാത്തൂനും ഇവിടെ തുന്നണോ, ഉമ്മ അവിടെ തേക്കണോ, അങ്ങനെ ഓരോ തിരക്ക് കൂടി അതിന് പോകാനും കൂടിയാണ് കേട്ടോ ഉമ്മ നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത്. അപ്പോൾ സുന്നിയാൾ പോകുന്നൊരു സ്ഥലമാണ്. എനിക്കങ്ങനെ അതിനെക്കുറിച്ചിട്ട് വല്ലാതെ അറിയില്ല കേട്ടോ, കാരണം ഞാൻ മുജാഹിദാണ്. പിന്നെ എനിക്ക് ആ വക കാര്യങ്ങളിലൊന്നും പോണതും അതൊന്നും വലിയ താല്പര്യമില്ല. ഇവർക്ക് മണ്ണാർക്കാട്ടേക്ക് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ സുന്നിയാണ് കേട്ടോ. പക്ഷേ എന്നാലും നമ്മളെ ഇഷ്ടത്തിനാണ് കേട്ടോ ജീവിക്കുന്നത്. അതായത് സുന്നി മുജാഹിദ് ജമാഅത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഏതാണോ ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാം, അങ്ങനെയാണ്. അല്ലാതെ ഓല് നമ്മളെ മേലൊന്നും അടിച്ചേൽപ്പിക്കുക അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള വെള്ളക്കുപ്പിയൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. കുട്ടികളൊക്കെ നുള്ളിപ്പെറുക്കി ടൈലൊക്കെ വെള്ളമാക്കണം. അങ്ങനെ കുഞ്ഞാക്കാനെ നോക്കുമ്പോൾ കാണാമല്ലോ കേട്ടോ. പിന്നെ ഞാൻ മുകളിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട്. കുഞ്ഞാക്കാൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അല്ലെങ്കിൽ ഉറങ്ങും, അതല്ലാന്നുണ്ടെങ്കിൽ പോകുക എന്ന് പറഞ്ഞിട്ട് സ്വൈരം കെടുത്താന്ന് കേട്ടോ. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ കുറേ നേരം സംസാരിച്ചിരിക്കണം. പക്ഷേ ഈ ഒരു സംഭവം കുഞ്ഞാക്കാക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. എവിടെ പോയാലും പറയും നമുക്ക് പോകുമെന്ന്. പിന്നെ കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും പോകും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോകും, കളിക്കാൻ പോകും. ഇങ്ങനെ ഇടയിൽ ദിലുവിന് എന്തോ ഇഷ്ടമായില്ല. അവന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ. എല്ലാം അവൻ്റെ അടുത്ത് പോയിട്ട് അവനിങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കും ഭയങ്കരമായിട്ട് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ അവൻ്റെത്. അങ്ങനെ ഏകദേശം ഒരു 8-8:30 ആയപ്പോഴേക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നിർബന്ധിച്ചു, പക്ഷേ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ.